ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സീരീസ് ലോകത്തിലെ തന്നെ ഏറ്റവും കോംപ്ലിക്കേറ്റഡ് സ്ക്രിപ്റ്റുള്ള സീരീസ് ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയാത് ഡാർക്ക് ആണെന്ന്. പക്ഷേ ലോകത്തിലെ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് കോംപ്ലിക്കേറ്റഡ് സ്റ്റോറി ഉള്ള ഒരു ബുക്ക് സീരീസാണ് ദ ത്രീ ബോഡി പ്രോബ്ലം. കഴിഞ്ഞ ദിവസം നെറ്റ്ഫ്ലിക്സ് ഇതിൻ്റെ ഒരു ലൈവ് ആക്ഷൻ അഡാപ്റ്റേഷൻ സീരീസ് റിലീസ് ചെയ്തിരുന്നു. അതിൻ്റെ ഒരു റിവ്യൂ ആണ് നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് അധിക സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. സോ ത്രീ ബോഡി പ്രോബ്ലം ആക്ച്വലി 3 കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ ഈ സീരീസിന് വേണ്ടി വെയിറ്റ് ചെയ്തത്. ഒന്നാമത്തെ റീസൺ ഇതിൻ്റെ ബുക്സാണ്. ഞാൻ ഒരുപാട് സ്ഥലത്ത് ഈ ബുക്കിനെ പറ്റി കേട്ടിട്ടുണ്ട്. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് സ്റ്റോറിയാണ്, നൂറ്റാണ്ടുകളോളം നീണ്ടു നിൽക്കുന്ന കഥയാണെന്നൊക്കെ. ബട്ട് വായിക്കാൻ സാധിച്ചിട്ടില്ലായിരുന്നു. അപ്പോഴാണ് ഈ സീരീസ് ഇറങ്ങുന്ന കാര്യം ഞാൻ അറിഞ്ഞത്. രണ്ടാമത്തെ റീസൺ ഇതിൻ്റെ ക്രിയേറ്റേഴ്സാണ്. മറ്റാരുമല്ല, നമ്മുടെ ഗെയിം ഓഫ് ത്രോൺസിൻ്റെ ക്രിയേറ്റേഴ്സായിട്ടുള്ള ഡേവിഡ് ബെന്നോഫും DB വൈസും ആണ്. ഗെയിം ഓഫ് ത്രോൺസിൻ്റെ ലാസ്റ്റ് സീസൺ ഇവർ കയ്യിൽ നിന്നിട്ട് തൊലച്ചതാണെങ്കിലും ബാക്കിയുള്ള സീസൺസ് കിടിലം തന്നെയായിരുന്നു. സോഴ്സ് മെറ്റീരിയൽ ഉണ്ടെങ്കിൽ ഇവർ അടിപൊളിയായിട്ട് തന്നെ മേക്ക് ചെയ്യുന്നതിൽ യാതൊരു സംശയവുമില്ല. ആൻഡ് മൂന്നാമത്തെ കാരണം ഇതിൻ്റെ മ്യൂസിക് ചെയ്യുന്ന ആളാണ് രാമൻ ജാവ്ഡി. പുള്ളിയാണ് നമ്മുടെ ഗെയിം ഓഫ് ത്രോൺസിനും പ്രിസൺ ബ്രേക്കിനും ഹൗസ് ഓഫ് ദ ഡ്രാഗണിനും ഒക്കെ മ്യൂസിക് ചെയ്തത്. ഈ ഒരു ടീം ചെയ്യുന്ന ഒരു സയൻസ് ഫിക്ഷൻ സീരീസ് അതായിരുന്നു ഇത് കാണാൻ എന്നെ പ്രേരിപ്പിച്ചത്. സീരീസ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം എനിക്ക് പൊതുവേ സയൻസ് ഫിക്ഷൻ സീരീസുകളോടൊരു പ്രത്യേക ഇഷ്ടമാണ്. ആൻഡ് ഈ സീരീസ് അതിൻ്റെയൊക്കെ ഒരു നെക്സ്റ്റ് ലെവലാണ്. അതായത് തുടങ്ങുന്ന ഒരു മിസ്റ്ററി ഡ്രാമ മൂഡിലാണ്, പക്ഷെ ഒരു പോയിൻ്റ് കഴിയുമ്പോൾ സീരീസിൻ്റെ ജോണർ തന്നെ ഷിഫ്റ്റ് ആവുന്നുണ്ട്. അവസാനമൊക്കെ എത്തുമ്പോൾ ഒരു പക്ക സൈഫൈ സീരീസ് ആവുന്നുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇതെനിക്കൊരു ഹൊറർ സീരീസ് ആയിട്ടും തോന്നി. കാരണം സീരീസ് തുടങ്ങുന്നത് തൊട്ട് എൻഡ് ആവുന്നത് വരെ ആ ഒരു ഭീതി ഇങ്ങനെ ത്രൂ ഔട്ട് നിൽക്കുന്നുണ്ട്. ബട്ട് ഇത് എൻ്റെ മാത്രം ഒപ്പീനിയനാണ്. ടു ബി ഓണസ്റ്റ്, ഇത് എല്ലാവർക്കും സ്യൂട്ട് ആവുന്ന ടൈപ്പ് ഒരു സീരീസ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം സൈഫൈ ആണെങ്കിൽ കൂടി അത് ഒരു കുറച്ചും കൂടി റിയലിസ്റ്റിക് ആയിട്ടാണ് മേക്ക് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഡാർക്കിലൊക്കെ ആണെങ്കിൽ നമ്മളെ മൈൻഡ് ട്വിസ്റ്റ് ചെയ്ത് കിളി പറത്തുന്ന സംഭവങ്ങളായിരുന്നു. ഇവിടെയും കിളി പറത്തുന്ന ഒരുപാട് ഐറ്റങ്ങളുണ്ടെങ്കിലും അതൊക്കെ കുറച്ചും കൂടെ റിയലിസ്റ്റിക് ആയിട്ടാണ് കാണിക്കുന്നത്. ബട്ട് ഫുൾ ടൈം എൻഗേജിങ് ആയിട്ടാണ് പോകുന്നത്. ഒരു സ്ഥലത്ത് ലാഗ് അടിക്കുകയോ ബോറടിക്കുകയോ അങ്ങനെ ഒന്നുമില്ല. എപ്പോഴും അവർ ഓരോരോ പുതിയ കാര്യങ്ങൾ ഇങ്ങനെ തന്നുകൊണ്ടേയിരിക്കും. ബേസിക്കലി ഇതൊരു ഏലിയൻ ഇൻവേഷനാണ്. ഏലിയൻസ് എർത്തിലേക്ക് വരുവാണെന്ന് അവരറിയുന്നു. അവരെ തടയാൻ ഒരു ഗ്രൂപ്പ് ഓഫ് സയൻറ്റിസ്റ്റ് നോക്കുന്നതൊക്കെയാണ് സീരീസിൻ്റെ ഒരു ബേസിക് പ്ലോട്ട് എന്ന് പറയുന്നത്. ബട്ട് ഒരുപാട് ട്വിസ്റ്റുകളും ടേണുകളും ഒക്കെ ഉണ്ട്. ആദ്യത്തെ ഒരു 3 എപ്പിസോഡിലൊക്കെ എന്താണ് സംഭവിക്കുന്നതെന്ന് ഒരു പിടിയും കിട്ടത്തില്ല. പിന്നെയാണ് അത് റിവീൽ ചെയ്ത് വരുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞു, ബുക്കിൽ നൂറ്റാണ്ടുകൾ നീണ്ടു നിൽക്കുന്ന ഒരു സ്റ്റോറിയാണ് കാണിക്കുന്നതെന്ന്. പക്ഷേ സീരീസിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് സീസണിൽ ആകെ കാണിച്ചത് ഒരു 50-60 വർഷത്തെ കഥ മാത്രമാണ്. ഇനിയും ഒരുപാട് സംഭവങ്ങൾ കാണിക്കാനുണ്ട്. അതൊക്കെ ഇനി വരും സീസണുകളിൽ കാണിക്കുമായിരിക്കും. എന്തായാലും ഫസ്റ്റ് സീസൺ എന്നെ സംബന്ധിച്ചോളം ഒരു കിടില സാധനമാണ്. ഈ ഒരു 50-60 വർഷത്തെ സംഭവങ്ങൾ നോൺ ലീനിയർ ആയിട്ടാണ് സീരീസിൽ കാണിക്കുന്നത്. അതുമാത്രമല്ല, ഇത് പല ടെറൈൻസിലാണ് നടക്കുന്നത്. ഇപ്പോൾ ഡാർക്ക് എടുത്ത് നോക്കി അതിനകത്തൊരു സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈമിൽ വിൻഡൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നടക്കുന്ന കുറച്ച് കാര്യങ്ങളായിരുന്നു അതിൽ കാണിച്ചത്. പക്ഷേ ഈ ഒരു 8 ബോഡി പ്രോബ്ലം എന്ന സീരീസിൽ വരുമ്പോൾ പല സ്ഥലത്താണ് സ്റ്റോറി നടക്കുന്നത്. ലണ്ടൻ, ചൈന, US അങ്ങനെ പല ടെറൈൻസിൽ നോൺ ലീനിയർ ആയിട്ടാണ് കഥ പോകുന്നത്. അതും കൂടാതെ ഒരുപാട് സയൻറ്റിഫിക് ടേമുകളും തിയറീസും ഒക്കെ പറയുന്നുണ്ട്. ഇതെല്ലാം കൂടി വരുമ്പോൾ കുറച്ച് കൺഫ്യൂസിങ് ആവാൻ ചാൻസ് ഉണ്ട്. അറ്റ്ലീസ്റ്റ് നിങ്ങൾ സയൻസിലെ 3 ബോഡി പ്രോബ്ലം എന്താണെന്ന് അറിഞ്ഞു വെച്ചിട്ട് കാണാൻ നോക്കുക. സീരീസിൽ തന്നെ അതൊരു പോയിന്റിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അത് ശ്രദ്ധിച്ച് കേൾക്കുക. കാരണം ഈ ഒരു 3 ബോഡി പ്രോബ്ലം എന്താണെന്ന് മനസ്സിലായ ഈ സീരീസിലെ ഏകദേശം 80% കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പറഞ്ഞ പോലെ ഒരു ഗ്രൂപ്പ് ഓഫ് സയൻറ്റിസ്റ്റിനെ ചുറ്റിപ്പറ്റിയാണ് സ്റ്റോറി നടക്കുന്നത്. പക്ഷെ അവർ മാത്രമല്ല, ഒരുപാട് ക്യാരക്ടേഴ്സ് വേറെ ഉണ്ട്. എല്ലാം നല്ല വെൽ റിട്ടൺ ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. ക്ലെയറൻസ്, ഓഗി, വില്ല്, സോൾ അങ്ങനെ ഒരുപാട് നല്ല ക്യാരക്ടേഴ്സ് ഉണ്ട് സീരീസിൽ. തുടക്കം നമുക്ക് ഇവരോട് വലിയ കണക്ഷൻസ് ഒന്നും ഫീൽ ചെയ്യത്തില്ലെങ്കിലും എൻഡിങ് ഒക്കെ ആകുമ്പോൾ അത് മാറുന്നുണ്ട്. ഏലിയൻ ഇൻവേഷൻ ആയതുകൊണ്ട് ഫുൾ ടൈം ആക്ഷനും പരിപാടികളും ഒന്നുമല്ല സീരീസിൽ. അവർ കുറച്ചും കൂടെ റിയലിസ്റ്റിക് ആയിട്ടാണ് സീരീസ് കൊണ്ടുപോകുന്നത്. അതായത് ഈ ഒരു സിറ്റുവേഷനിൽ ജനങ്ങൾ എന്ത് ചെയ്യും, സയൻറ്റിസ്റ്റും ഗവൺമെൻറ്റും ഇതിനെ എങ്ങനെയാണ് തടയുന്നതെന്നൊക്കെയാണ് ഇവർ ഫോക്കസ് ചെയ്യുന്നത്. ഏലിയൻ ഇൻവേഷൻ ആയതുകൊണ്ട് തന്നെ സീരീസിൽ ത്രൂ ഔട്ട് ആ ഒരു ഹൊറർ മോഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ അവർക്ക് കഴിയുന്നുണ്ട്. അതിൻ്റെ മെയിൻ കാരണം സീരീസിൻ്റെ മ്യൂസിക്കാണ്. ഇൻട്രോ മ്യൂസിക് മുതൽ എൻഡ് ക്രെഡിറ്റ്സ് വരെ കറക്റ്റ് സിറ്റുവേഷൻ അനുസരിച്ചാണ് മ്യൂസിക് പോകുന്നത്. ആകെ ഒരു നെഗറ്റീവായിട്ട് തോന്നിയത് ഇതിലെ VFX വർക്കാണ്. ചില സ്ഥലത്ത് അത്യാവശ്യം നല്ലപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ചില സ്ഥലത്ത് വളരെ ലെയിമായിട്ട് ചെയ്ത പോലെ തോന്നും. എസ്പെഷ്യലി ഇതിനകത്ത് VR-ൻ്റെ ഒരു പരിപാടിയുണ്ട്. അതിനകത്തെ ചില സീൻസൊക്കെ വളരെ ക്വാളിറ്റി ഇല്ലാത്ത രീതിയിലാണ് ചെയ്തേക്കുന്നത്.
പക്ഷേ അതൊന്നും തന്നെ ഈ സീരീസ് കാണാതിരിക്കാനുള്ള കാരണമല്ല. സോ എനിക്ക് തോന്നുന്നത് ഇനി വരാൻ പോകുന്ന സീസണുകളായിരിക്കും ഇതിലും കിടിലനെന്ന്. കാരണം ഞാൻ പറഞ്ഞതുപോലെ 100,000 വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന കഥയാണ് ബുക്കിലുള്ളത്. അതിൻ്റെ ഒരു ചെറിയ മൈന്യൂട്ട് ഭാഗം മാത്രമാണ് ഫസ്റ്റ് സീസണിൽ കാണിച്ചത്. സോ ഇനിയാണ് ശരിക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വരാൻ പോകുന്നത്. സോ സെക്കൻഡ് സീസണും തുടർന്നുള്ള വരാനിരിക്കുന്ന സീസണുകളെല്ലാം അടിപൊളിയായിട്ട് തന്നെ മേക്ക് ചെയ്ത ഒരുപക്ഷെ ലോകത്തിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് സയൻസ് ഫിക്ഷൻ സീരീസ് ആവാൻ പൊട്ടൻഷ്യൽ ഉള്ളൊരു സീരീസാണിത്. നമ്മൾ ഗെയിം ഓഫ് ത്രോൺസിൽ കണ്ട ഒരുപാട് ആക്ടേഴ്സ് ഇതിനകത്ത് പ്രധാന കഥാപാത്രങ്ങളായിട്ട് വരുന്നുണ്ട്. 8 എപ്പിസോഡ്സാണ് ഫസ്റ്റ് സീസണിലുള്ളത്. എല്ലാം നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. എന്തായാലും ഫസ്റ്റ് സീസൺ കിടിലനായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾ ഈ സീരീസ് കണ്ട ആളാണെങ്കിൽ സീരീസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കണ്ടൻസും കാര്യങ്ങളും ഒക്കെ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. താങ്ക്